ഹായ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് നമ്മൾ ജ്വല്ലറി ആയിട്ട് എത്തിയിട്ടുണ്ട്. പുതിയ നെക്ലസിൻ്റെ കുറച്ച് പീസുകൾ എത്തിയിട്ടുണ്ട്. അതെല്ലാം ഓരോന്നായിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്, സെറ്റ് ബോക്സ് അല്ല. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇതാണ്. ഇത് ഞാൻ ലാഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഇടാം, പക്ഷേ ഞാൻ ഫുള്ളിട്ടില്ല. കുറച്ച് 25 പീസുകൾ മാത്രമാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലെന്ത് വേണേൽ കുറച്ചും കൂടി കൂട്ടാം. നമുക്ക് കുറച്ച് മതിയെങ്കിൽ, ഇനി ഒരു 10 പീസ് മതിയെങ്കിൽ 10 പീസ് ഇട്ട് ചെയ്യാം. കംപ്ലീറ്റ് ക്രിസ്റ്റൽ കൊടുത്ത് 10 പീസ് മതിയെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം. അത് അവരവരുടെ മനോധർമ്മം പോലെ ഇരിക്കും, ആവശ്യാനുസരണം പോലെ ഇരിക്കും. അപ്പോൾ ഇത്രയും ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. 25 പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ത്രെഡിലേക്കാണ് കൊടുത്തേക്കുന്നത്. ത്രെഡ് കൊടുക്കുക, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. പക്ഷേ ഇച്ചിരി കഴുത്തൊക്കെ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് പോരാ, അതുകൊണ്ട് പറഞ്ഞേക്കാം. അപ്പോൾ ഇതാണ് സംഭവം. പീസുകൾ നല്ല രസമുണ്ട്. ഇത് നല്ല ഗോൾഡാണ്, ഫിനിഷിംഗ് ആണ്. അതിൻ്റെ ശബ്ദം കേട്ടോ, ഇത് കണ്ടോ, നല്ല പ്ലേറ്റിങ്, മൈക്രോ പ്ലേറ്റിങ്. അതാണ് ഈ ഒരു കിലുക്കം വരുന്നത്. നമ്മൾ ഗോൾഡ് തറയിലിടുമ്പോഴുള്ള ഒരു കിലുക്കം വരുമല്ലോ, അതാണ് നല്ല പ്ലേറ്റിങ്, നല്ല മൈക്രോ പ്ലേറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെടുത്തേക്കുന്ന ഗിയർ വയർ ഞാൻ സിൽവറാണ് എടുത്തേക്കുന്നത്. സിൽവർ ആയാലും ഗോൾഡ് ആയാലും ഒരു പ്രശ്നവുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ അകത്തോട്ട് പോകുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. ഗോൾഡ് ഇല്ലാഞ്ഞല്ല, ഞാൻ എൻ്റെ കൈ കിട്ടിയത് ഞാനങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇടുന്നത് നമ്മൾ എടുക്കുമ്പോൾ 4 എടുക്കണം, 3 എടുക്കണം കേട്ടോ. അങ്ങനെ ഇവിടെ എല്ലാം 3 ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് 4 ആണ്. അങ്ങനെ ഞാനിപ്പോൾ ബ്ലാക്ക് ക്രിസ്റ്റൽ 4 അതിൻ്റെ 3 എടുത്തിട്ടുണ്ട്. പിന്നെ ചേടാപ്പെട്ടി, പിന്നെ മിഡി പ്ലേറ്റ് അറിയാമല്ലോ. അതാണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്കൊന്ന് കൊടുക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് മിഡി പ്ലേറ്റ്. ഈ ഭാഗത്തായിട്ട് ഒരു ഒതുക്കം കിട്ടാൻ വേണ്ടി. ഇത് നല്ല രസമുണ്ടാകും കേട്ടോ. ഇത് നല്ല ഓർഡർ കിട്ടുന്നതും കൂടിയാണ്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 12 പീസ് 10 പീസ് ഇങ്ങനെയൊക്കെ കണക്കാക്കി വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ലുക്ക് കിട്ടും. അതായത് ലോക്കറ്റ് മോഡലിൽ കിടക്കും. പിന്നെ പീസ് ഒന്നിന് വന്നിട്ട് 8 രൂപയാണ് വരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ. ചേടാപ്പെട്ടി, മിഡി പ്ലേറ്റ്, നമ്മുടെ ഇതിൻ്റെ പീസുകൾ 3 4 ബ്ലാക്ക് ക്രിസ്റ്റൽ. ഇത് രണ്ടും അല്ലാതെ നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എളുപ്പം ചെയ്യാൻ പറ്റും, വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് ഗിയർ വയർ ആരും പോയിട്ട് ഈ മുറിച്ച് വാങ്ങുന്ന സമ്പ്രദായം അങ്ങ് നിർത്തിക്കോണേ. കാരണം വെച്ചാൽ ഗിയർ വയർ ഒരു വശം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ കിടക്കും. അതുകൊണ്ട് ഒരിക്കലും മുറിച്ച് വാങ്ങരുത് കേട്ടോ. അത് അറിഞ്ഞുകൂടാത്തവരാണ് ഈ മുറിച്ച് വാങ്ങുന്നത്. അപ്പോൾ അവർ പറയും അത് 4-5 രൂപ മതി അല്ലെങ്കിൽ 2 രൂപ എന്നൊക്കെ പറയും. പക്ഷെ അത് നമുക്ക് നഷ്ടമാണെന്ന് ആലോചിക്കണം. അവരിങ്ങനെ മടക്കി ചുരുട്ടി തരുമ്പോൾ എല്ലാം ഒടിഞ്ഞു ഇങ്ങനെ ഇരിക്കും. പിന്നെ നമുക്കൊന്നും ചെയ്തിട്ട് കഥയില്ല. ഇതൊക്കെ ഞാൻ കാണിക്കുന്ന പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത്. ഇങ്ങനെ ഇരിക്കും കേട്ടോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇടുന്ന ഏത് ബീഡ്സാണോ അതുപോലെ വളഞ്ഞു കുത്തി അവിടെ കിടക്കും. നമ്മൾ എടുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ എടുക്കുക, കുറയ്ക്കാൻ പാടില്ല. കാരണം നമുക്ക് 2 എണ്ണത്തിന് വേണ്ടിയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത്. ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് മടക്കി വരുമ്പോഴാണ് 2 വരുന്നത്. ഇത് ഒറ്റയല്ലല്ലോ, ഡബിളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചേടാപ്പെട്ടിയില്ലേ, ഈ 2 ലെയർ 3 ലെയറാണിത്. 2 ലെയർ അത് നമുക്ക് 2 ലെയറിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ 3 ലെയർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഗിയർ വയർ കയറ്റി വിടുക. എന്നിട്ട് ഒത്ത് പിടിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ കൊണ്ടുവരാൻ. വേണ്ട, അപ്പോഴ് ഒരു വശത്ത് മാത്രം നമുക്ക് ലോക്ക് ചെയ്താൽ മതി. ഈ ഒരു വശം നമുക്ക് ലോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ 2 വെച്ച് ക്രിസ്റ്റൽ ഇട്ടിട്ട് മിഡി പ്ലേറ്റ് ഇടുക. എല്ലാം കറക്റ്റായിരിക്കണം. പിന്നീട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഇത്രയും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. ഇനി തുടക്കക്കാർക്ക് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയ ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയാം. ഇതെന്തായാലും ചേടാപ്പെട്ടി നമ്മൾ ഇട്ടത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ 2 ലെയറിൽ വെച്ച് ഈ 2 ഇട്ടിട്ട് ഒരു മിഡി പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടെ മിഡി പ്ലേറ്റ് ഇട്ടില്ലെങ്കിൽ ഇതങ്ങ് അകന്ന് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഈ മിഡി പ്ലേറ്റ് ഇട്ട്. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഒരു 14 പീസാണ്. 14 ക്രിസ്റ്റലാണ് ഇട്ടേക്കുന്നത്. പക്ഷേ ഇത് നോർമലായിട്ട് ഇട്ടേക്കാണ്. നിങ്ങളുടെ കഴുത്തിൻ്റെ അളവനുസരിച്ച് കൂട്ടി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു 17 ഇട്ടേക്കുന്നത്. പിന്നെ ഇട്ടേക്കുന്നത് നമ്മൾ ഓരോ പീസിൻ്റെ ഇടയ്ക്ക്
3mm ക്രിസ്റ്റലാണ് 2 ലൈനിലും ഇട്ടിട്ടുണ്ട്. ഓരോന്ന് വെച്ചാണ് ഇട്ടേക്കുന്നത്. കണ്ടല്ലോ, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാതുണ്ട്. കണ്ടേ, ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. ഓരോന്നും ഇട്ടേക്കാണ്. അപ്പോൾ ഇത് എത്ര വേണമെന്നുള്ളത് നിങ്ങളാണ് സ്വയം തീരുമാനിക്കേണ്ടത്. ഞാനൊരു കണക്കിന് ഇടുന്നതേ ഉള്ളൂ. പിന്നെ ത്രെഡ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിന് മാത്രം മതിയാവും. പിന്നെ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ 25 പീസ് ഇട്ടിട്ട് ബാക്കി നമ്മളിപ്പോൾ ചെയ്തില്ലേ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുകയാണ്. പിന്നെ ഇവിടുന്നേ ഇവിടെ വരെ ബ്ലാക്ക് അല്ലെങ്കിൽ മെറൂൺ അല്ലെങ്കിൽ ഗ്രീന് അങ്ങനെ പല കളർ കാണും. ഇവിടം വരെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് മാത്രം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതും സൂപ്പറായിരിക്കും. ഇതും സൂപ്പറാണ്, എല്ലാം സൂപ്പറാണ്. ഓരോന്നിനും ഓരോ ഭംഗിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമുക്കിത് ഫുൾ വർക്ക് ചെയ്യാം. വേറെ ഒന്നുമില്ലതാ, ഇതുപോലെ അങ്ങ് ഇട്ട് പോയിച്ചാൽ മതി. 25 എനിക്ക് തോന്നുന്നു ഒരു കഴുത്തിൻ്റെ ഇവിടം വരെ വരുമ്പോഴത്തേക്ക് ഒരു 50 പീസൊക്കെ വേണ്ടി വരും എന്ന് തോന്നുന്നു. ഇത് 25 പീസല്ലേ, ഇത് 25 പീസാണ്. എന്തായാലും ഒരു 10-40 പീസ് വേണ്ടി വരും ഫുള്ളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇത്രയും കൂടി അങ്ങ് കൊരുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ എത്ര കിട്ടോ അതുപോലെ തന്നെ വേണം ഇപ്പുറത്ത് വിടാനായിട്ട്. ഒരു കണക്ക് പോലും തെറ്റാതെ വേണം ഇടാൻ. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ ഇടുന്ന മാത്രമേ അത് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഗതികേട് വരുത്താതെ നോക്കുക. അപ്പോഴീ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പീസുകളെല്ലാം പറക്കിയിടുക. ഗിയർ വയർ നമ്മൾ ഈ ചേടാപ്പെട്ടിയിൽ നിന്ന് ഈ അകത്തില്ലേ, ഇതിൻ്റെ അകത്തെ ഹോൾ വഴി അങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇതിനി നമ്മൾ നേരെ തിരിച്ച് അങ്ങോട്ട് കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. കണ്ടിങ്ങനെ കണ്ടോ, മറ്റേ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു, ഇത് മേപ്പോട്ട് കയറുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ, ഇത് ഞാനങ്ങ് കെട്ടുകയാണ് ചെയ്യുന്നത്. ലോക്ക് ഇടുന്നില്ല. നിങ്ങൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആദ്യം 2 ലോക്ക് ഇട്ട് ഇവിടെ അങ്ങ് പ്രസ് ചെയ്യുക. ഗിയർ ലോക്ക് ഇട്ട് അങ്ങ് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു 2 കെട്ട് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാം. അല്ലെങ്കിലും കുഴപ്പമൊന്നും വരുമൊന്നുമില്ല. അതുപോലെ നന്നായിട്ട് വലിച്ച് കെട്ടണമെന്ന് മാത്രം. ആദ്യത്തെ അല്ല, രണ്ടാമത്തെ നോക്കണം. ആ സൈഡൊക്കെ ആ എൻഡിലൊക്കെ നൂല് കാണാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെയൊക്കെ വലിച്ച് വെച്ചിട്ടൊക്കെയാണ് നമ്മളിതെല്ലാം ചെയ്യേണ്ടത്. ഒരുപാട് വലിക്കരുത്, അന്ന് ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ വലിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര വടി പോലെ ഇരിക്കും, എന്താ വളഞ്ഞൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കണ്ടോ നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്. എന്നിട്ട് ഈ നൂലം കട്ട് ചെയ്ത് കളഞ്ഞ് വെച്ചാൽ എന്നിട്ട് ബാക്കിലേക്ക് ത്രെഡ് വിട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ഈസി. ഇതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ വേണ്ടി ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ അങ്ങ് കൊരുത്ത വെച്ചിട്ട് കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മുടെ മാലകൾ 2 ഫിനിഷായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണേലും ഉപയോഗിക്കാം. ഡ്രസ്സിനനുസരിച്ച് കളറുകൾ ചേഞ്ച് ചെയ്താൽ മതി. എല്ലാ കളർ ബീഡ്സുകൾ ക്രിസ്റ്റൽസും ഉണ്ട്, അതിൻ്റെ എല്ലാ സൈസും ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ സൈസൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം 6mm ഒന്നും ഇതിനകത്തിട്ട് കൊള്ളത്തില്ല. അതുകൊണ്ടാണ്. പക്ഷെ അത് 2 ലെയർ വരുന്നതുകൊണ്ട് ഒരിക്കലും 6mm അതിന് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 4mm 3mm എടുത്തേക്കുന്നത്. അപ്പോൾ പേളിലും നല്ലതായിരിക്കും. പേളും നല്ല രസമാണ്. എപ്പോഴും ഞാൻ പേളിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വിചാരിക്കില്ലോ എപ്പോഴും ഈ ചേച്ചി പേളിട്ടേക്കെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാത്തിനും ഭംഗിയാണ്. പുതിയ മോഡൽ പീസുകളാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ പണ്ട് നമ്മൾ ടെറാക്കോട്ടയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ പീസ് ടെറാക്കോട്ടയിൽ ഇതിൻ്റെ മോൾഡ് വാങ്ങിക്കാൻ കിട്ടും. അവരത് വെച്ച് മണ്ണിൽ വെച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തന്നെ മെറ്റലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മൈക്രോ പ്ലേറ്റഡ് ആണ്. പെട്ടെന്നൊന്നും കളർ പോവില്ല. അപ്പം നിങ്ങൾക്ക് ധൈര്യത്തോട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് കൂടുതൽ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് പറയട്ടെ, ഫുൾ പോകുന്നതിനേക്കാളും ഒരു 10-12 പീസ് ഇട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡിമാൻഡായിരിക്കും, നല്ല ലാഭമായിരിക്കും. നമുക്കും വാങ്ങുന്നവർക്കും ഗുണം കിട്ടും. അപ്പോൾ 2 കൂട്ടർക്കും നല്ലതായിരിക്കും. കുറച്ച് പീസ് ഇട്ട് ചെയ്യുന്നത് നല്ല രസമുണ്ട്. ലോക്കറ്റിന് പകരമായിട്ട് അത് കിടക്കുകയും ചെയ്യും. ഒരുപാട് പേര് വരുന്നുണ്ട് പുതുതായിട്ട്. അതൊക്കെ എനിക്കറിയാം. എന്നെ ഒരുപാട് പേര് പല രാജ്യങ്ങളിൽ നിന്നും എന്നെ വിളിക്കുന്നുണ്ട്. UK USA പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എൻ്റെ നാട്ടുകാർക്ക് പോലും, പൂജപ്പുരയുള്ളവർക്ക് പോലും അറിയില്ല ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, പൂജപ്പുരക്കാരിയാണെന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ തൊട്ടടുത്തൊക്കെ ഉള്ള ഷൈനിയൊക്കെ എന്നെ കാണാൻ വന്നിരുന്നു. എനിക്കത് സന്തോഷമാണ്. കാരണം തൊട്ടടുത്തുള്ളതല്ലേ. അപ്പോൾ എന്നെ കാണാനായിട്ട് ഓയൂരുന്ന് എന്നെ കാണാൻ ഓയൂരുന്ന് സജിത വന്നിരിക്കുകയാണ്. പുള്ളിക്കാരി പറഞ്ഞിട്ടങ്ങ് ഓടിയതാണ്, ഞാനാണ് പിടിച്ചെടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഒരു വ്യക്തി നമ്മളെ കാണാൻ വരുമ്പോൾ അവരുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് സംസാരിക്കാനുള്ളൊരു സമയമെങ്കിലും നമുക്ക് കിട്ടണ്ടേ. ഇടുക്കിയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. പുള്ളിക്കാരി ഇതുപോലെ എന്നെ കാണാനും വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചിട്ട് പറഞ്ഞാൽ അത്രയും നല്ല സന്തോഷമല്ലേ, ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ.
അവരിത്രയും ദൂരെ നിന്നൊക്കെ വരുന്നത്. നമ്മളെ കാണാൻ വരുന്നവർക്കൊക്കെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കണം. അതല്ലേ നമ്മുടെ ഒരു മാന്യത എന്ന് പറയുന്നത്. യൂട്യൂബറാന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ ഭയമാണ് വന്ന് മിണ്ടാനായിട്ട്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ എല്ലാവരുടെ അടുത്തും സ്നേഹം മാത്രമേ ഉള്ളൂ. സബ്സ്ക്രൈബർ ആണെങ്കിലും അല്ലെങ്കിലും എല്ലാം ഏത് ഷോപ്പിൽ പോയാലും എന്നെ അവിടെ അറിയാവുന്നവർ ധാരാളം പേര് കാണും. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു ഹായ്. ഞാൻ അങ്ങോട്ടൊക്കെ പറയാം ഹായ്. പുതിയ പുതിയ ബീഡ്സുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആവശ്യമുള്ളൊരു കാറ്റലോഗിനകത്ത് കയറി നോക്കുക. ആവശ്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ കുറേയൊക്കെ മോഡലുകൾ ചെയ്യാനൂടെ ശ്രമിക്കുക, ഞാൻ ചെയ്യുന്നതല്ലാതെ. എന്നിട്ട് എനിക്കൂടെ ഒന്ന് അയച്ചു തരിക. അപ്പം ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.